ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഇപ്പോൾ ബോധമില്ല, അബോധാവസ്ഥയിലാണ്. ഇതിൽ ആക്രമണമാണോ? അദ്ദേഹത്തിനെ ഹദ്ദാഷ് മെഡിക്കൽ സെൻറ്റർ ജെറുസലേമിലെ ഈ ആശുപത്രിയുടെ ഭൂമിക്കടിയിലുള്ള നിലവറയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആക്രമണം ആണെന്നൊക്കെ എല്ലാവർക്കും തോന്നും, പക്ഷേ ആക്രമണമല്ല. മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നത് അദ്ദേഹത്തിന് യൂറിനറി ട്രാക്റ്റിൽ ഇൻഫെക്ഷൻ ഉണ്ടായി, പ്രോസ്റ്റേറ്റ് വലുതാവുകയായിരുന്നു. അതുകൊണ്ട് അതിനുള്ള സർജറി ചെയ്തു, പ്രോസ്റ്റേറ്റ് റിമൂവ് ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തെ ആശുപത്രിയിൽ സർജിക്കൽ തിയേറ്ററിൽ നിന്ന് മാറ്റി ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് ആശുപത്രിയുടെ ഭൂമിക്കടിയിലുള്ള സെല്ലാറിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ഒഫീഷ്യലായിട്ട് അറിയിച്ചതാണ്. ഒരുപക്ഷെ അവിടെ തന്നെ ആയിരിക്കണം നെതന്യാഹു എന്നില്ല. കാരണം ഇത്രയും സുരക്ഷയുള്ള അദ്ദേഹം അനസ്തേഷ്യയിൽ നിന്ന് അദ്ദേഹം ഉണർന്നിട്ടില്ല. സർജറി കഴിഞ്ഞിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞുള്ളൂ. അപ്പോൾ അദ്ദേഹം എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ടൊക്കെ പറഞ്ഞു കൊടുത്താൽ അതൊരു ഒറ്റ കൈക്കൊരു ആക്രമണം രണ്ടും കൽപ്പിച്ചാരെങ്കിലും നടത്തിയാലോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ വാർത്താക്കുറിപ്പ് പ്രകാരം ഹദ്ദാഷ് മെഡിക്കൽ സെൻറ്ററിൽ ജെറുസലേമിലാണ് ഇപ്പോൾ നെതന്യാഹു ഉള്ളതെന്ന് പറയാം. വലിയ സുരക്ഷാ സന്നാഹങ്ങളൊക്കെ അവിടെയുണ്ട്. പക്ഷേ സുരക്ഷാ സന്നാഹങ്ങളൊക്കെ അവിടെ കാണിച്ചിട്ട് ഒരുപക്ഷെ മറ്റൊരിടത്തായിരിക്കാം സർജറി നടത്തിയതും അത് ഇപ്പോൾ ഉള്ളതും. അപ്പോൾ അനസ്തേഷ്യയുടെ കെട്ടൊക്കെ വിട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. ഒരു 4 മുതൽ 6 ആഴ്ച വരെ കഴിഞ്ഞാലാണ് അദ്ദേഹത്തിന് നോർമൽ ലൈഫിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നെതന്യാഹുവിന് 75 വയസ്സുണ്ട്. ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് അവരുടെ വീരനായകനാണ്. അദ്ദേഹത്തിൻ്റെ കേസൊക്കെ ഉണ്ട്. ഒരു അഴിമതി കേസ് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നു. കോടതിയിൽ അദ്ദേഹം നേരിട്ട് ഹാജരായി. കഴിഞ്ഞ ദിവസം കോടതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രോസിക്യൂട്ടർ പറഞ്ഞു പ്രീമിയറിന് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അദ്ദേഹത്തിന് ഒരു സർജറിക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞു കേസ് ഞങ്ങൾ മാറ്റിവെക്കുന്നു, അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് സുഖമാവട്ടെ എന്ന് കോടതി ആശംസിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലൊന്നുമല്ല. അവിടെ കേസ് വന്നാൽ രാജിവെക്കൊന്നും വേണ്ട. കേസിൽ പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന് വിചാരണ നേരിടുക, കേസ് ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ വെറുതെ വിടും. കേസ് അതിൻ്റെ വഴിക്ക് പോകും, ഭരണം അതിൻ്റെ മുറയ്ക്ക് നടക്കും. ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മൊത്തത്തിൽ നെതന്യാഹുവിനെ സംബന്ധിച്ച് നമുക്കറിയാം, ലോക ജനതയുടെ തന്നെ ഒരു ആരാധ്യ പുരുഷനാണ്. എത്രത്തോളം ആരാധ്യനാണോ അത്രത്തോളം വെറുക്കപ്പെടുന്ന ആളുകളാണ്. ആരാണ് വെറുക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മൾ മുമ്പൊക്കെ ഈ ബൈബിളിലെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ബൈബിളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ നടത്തിയെടുക്കാൻ ഒരു നിയോഗം കിട്ടിയ ഒരു മനുഷ്യനെ പോലെയാണ് ജൂതന്മാരും ക്രൈസ്തവരും നെതന്യാഹുവിനെ കാണുന്നത്. അദ്ദേഹം ടെമ്പിൾ മൗണ്ടിൽ പോയി, അല്ലേ, ഹർമാൻ മലനിരകളിൽ പോയി. ഇതൊക്കെ വന്നിട്ട് ഈ വിശ്വാസികൾ, ജൂതമത വിശ്വാസികളും ക്രൈസ്തവരും ഇങ്ങനെ നെഞ്ചേറ്റിക്കൊണ്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം, രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങളെല്ലാം സഫലീകരിക്കുന്ന ഒരു അവതാര പുരുഷൻ്റെ റോളിലാണ് നെതന്യാഹു ഉള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടെ നോക്കുമ്പോൾ നെതന്യാഹു ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു ഭരണാധികാരി എന്നതിനപ്പുറത്ത് ഒരുപാട് പേരുടെ വിശ്വാസത്തിൻ്റെ പ്രതീകവും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി ഇവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. അപ്പം നെതന്യാഹുവിന് 75 വയസ്സുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയെക്കുറിച്ച് പറയുന്നത് എനിക്ക് മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളോട് പറയാനുണ്ട്. ആളുകൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. നമുക്ക് പ്രേക്ഷകരോടൊന്ന് പറയാം. അദ്ദേഹത്തിന് 75 വയസ്സുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടിയ പ്രായം ചെന്ന ഭരണാധികാരികളിൽ ഒരാളാണ്. നമ്മുടെ നരേന്ദ്രമോദിയൊക്കെ അതിനടുത്ത് വരും. മോദിയുടെ പ്രായമാണ്, അല്ലേ? രണ്ടുപേരും ഏതാണ്ട് സമപ്രായരാണ്. അതുകൊണ്ട് തന്നെ ഒരേപോലെ പ്രായമുള്ളവരും ഒരേ തരത്തിൽ ചിന്തിക്കുന്നവരും ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് നരേന്ദ്രമോദിക്കുമുണ്ട്, നെതന്യാഹുവിനുമുണ്ട്. ഇവർ തമ്മിൽ അഗാധമായ സൗഹൃദമുണ്ട്. ഇന്ത്യ ഇസ്രായേൽ സൗഹൃദം ഇത്രത്തോളം പൂവണിഞ്ഞത് സത്യത്തിൽ നെതന്യാഹുവിൻ്റെയും മോദിയുടെയും കാലത്താണ്. മുമ്പൊക്കെ ഇന്ത്യയുടെ മനസ്സ് പലസ്തീൻ അനുകൂലമായിരുന്നെങ്കിൽ പലസ്തീന് വേണ്ടി നമ്മൾ പ്രമേയമൊക്കെ പാസ്സാക്കും. പക്ഷേ നമ്മൾ വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് സൈനിക സഹായം ഇസ്രായേലിനാണ്. അപ്പോൾ നമ്മൾ ചില ആളുകൾ പറയുന്ന പോലെ മനമെങ്ങും മനവും തനുവും രണ്ടിടത്താണെന്ന് പറയുന്ന പോലെയാണ്. ഏതായാലും നമ്മൾ ഇസ്രായേലിനെ വല്ലാതെ സ്നേഹിക്കുന്നൊരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർക്കും നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നവർക്കും നെതന്യാഹുവിൻ്റെ ആരോഗ്യത്തിൽ വലിയ താല്പര്യമുണ്ട്. ഇപ്പോൾ മോദിയുടെ കാര്യം പറഞ്ഞ പോലെ മോദി ഒരു ദിവസം 4 മണിക്കൂറൊക്കെയാണ്, 20 മണിക്കൂറൊക്കെ ജോലി ചെയ്യുമെന്നാണ് പറയുന്നത്. അതിന് ഉറക്കം വളരെ കുറവാണ്. നെതന്യാഹു അങ്ങനെ 18 മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്യുമെന്നാണ് ഇസ്രായേൽ പത്രങ്ങൾ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് സിഗാർ വലിക്കും. സിഗാർ എന്ന് പറഞ്ഞാൽ ചുരുട്ടെന്ന് പറയാം. സിഗാർ വലിച്ചുകൊണ്ടിരുന്ന് 18 മണിക്കൂർ വരെ PMOയിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്ന ആളാണ് നെതന്യാഹു. മോദി വേണ്ട 20 മണിക്കൂറിനപ്പുറത്ത് 4 മണിക്കൂറൊക്കെ കഷ്ടിച്ചാണ് ഈ മോദി ഉറങ്ങുന്നതെന്ന് പറയാറുണ്ട്. പക്ഷേ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ 11ാമത്തെ വർഷമാണ്. നമ്മൾ ഒരിക്കൽ പോലും മോദിക്കൊരു ജലദോഷം വന്നതായിട്ട് പോലും കേട്ടിട്ടില്ല. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു, നമ്മൾ കേട്ടിട്ടില്ല. എത്രയോ ആളുകൾ കേൾക്കുന്നു, അല്ലേ? നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ
നമ്മുടെ നമ്മുടെ കേരള പൊളിറ്റിക്സിലെ എത്രയോ ആളുകൾ എന്തെല്ലാം അസുഖം വരും. മോദി ആ കാര്യത്തിലൊക്കെ വളരെ ഫിസിക്കലി ഫിറ്റാണ്. അദ്ദേഹം യോഗ ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ചിട്ടയായ ജീവിത രീതി, ഇതൊക്കെ വന്നിട്ട് അദ്ദേഹം അനാരോഗ്യം എന്ന് പറയുന്ന ഒരു സാധനം നരേന്ദ്രമോദിയുടെ 7 അയലത്ത് പോലും വന്നിട്ടില്ല. അദ്ദേഹത്തെയും തികഞ്ഞ ആരോഗ്യവാനായി കാണാനാണ് നമ്മളും ലോകത്തെമ്പാടുമുള്ള ജനങ്ങളും ഇസ്രയേലുകളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ നെതന്യാഹുവിൻ്റെ കാര്യം പറയുമ്പോൾ മോദിയെ പോലെ അല്ല നെതന്യാഹു എന്ന് പറയേണ്ടി വരും. നെതന്യാഹു ഒരു സോൾജിയറായിരുന്നു, പടയാളിയായിരുന്നു, അറിയാമല്ലോ. ഭീകര വിരുദ്ധ പോരാട്ടത്തിലൊക്കെ പങ്കെടുത്തുള്ള ഒരു സൈനികനും കൂടിയായിരുന്നു നെതന്യാഹു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ഫിസിക്കലി ഒരു സൈനികത്തിൻ്റെതായ ജീവിത രീതിയും വളരെ ഫിസിക്കൊക്കെ ഉള്ള ആരോഗ്യവത്തായ ഒരു ശരീരമൊക്കെ ഉണ്ടാകുമെന്ന് പൊതുവിൽ കരുതപ്പെടാം. പക്ഷേ സമീപകാലത്തെ അദ്ദേഹത്തിൻ്റെ ഒരു മെഡിക്കൽ ഹിസ്റ്ററി ഇന്നിപ്പോൾ ഇസ്രയേലി പത്രങ്ങളിൽ കാണുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് ഇതേപോലെ തന്നെ മാർച്ച് മാസത്തിൽ ഹെർണിയയ്ക്ക് ഒരു സർജറി ചെയ്തത്. അത് ഫുൾ അനസ്തേഷ്യ കൊടുത്തിട്ടായത്. കാരണം ഈ സർജറി കഴിഞ്ഞ ഉടനെ നെതന്യാഹുവിന് ഫ്ലൂ വന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം തന്നെ വീണ്ടും മറ്റൊന്നുകൂടെ സംഭവിച്ചു. അദ്ദേഹത്തിന് ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടായിട്ട് വീണ്ടും സർജറി ചെയ്തു, ഒരു പേസ് മേക്കർ വെച്ചു. കൃത്രിമമായി ഹൃദയമിടിപ്പ് കൂട്ടാൻ ഉപയോഗിക്കുന്ന ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമാണ് പേസ് മേക്കർ. അത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് ശരീരത്തിനകത്ത് വെച്ച് അത് ഹൃദയത്തിൻ്റെ പമ്പിങ് ശേഷി കൂട്ടിയെടുക്കും. ആ പേസ് മേക്കറിലാണ് നെതന്യാഹു ഇപ്പോൾ ജീവിക്കുന്നത്. 10 വർഷം വരെയാണ് ബാറ്ററിയുടെ ലൈഫ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ചതായിരിക്കുമല്ലോ നെതന്യാഹു കിട്ടുക. അത് കഴിഞ്ഞാൽ ഇത് മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്യണം. വീണ്ടും നെഞ്ച് തുറന്ന് അത് മാറ്റി മെഷീനോ അല്ലെങ്കിൽ ബാറ്ററിയോ മാറ്റി റീപ്ലേസ് ചെയ്യുന്ന നെതന്യാഹു അത് വെച്ചിരുന്നു. ഈ പേസ് മേക്കർ വെച്ചതിന് ശേഷം തൊട്ടു പിന്നാലെ നെതന്യാഹുവിന് വീണ്ടും സുഖമില്ലാണ്ടായി. ഡീഹൈഡ്രേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി നെതന്യാഹുവിന് ഇങ്ങനെ തുടർച്ചയായി ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നെതന്യാഹുവിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത് എന്നൊരു ചർച്ച പൊതുവിൽ ഇസ്രയേലിൽ ഒഫീഷ്യലായിട്ടല്ലെങ്കിലും മർമറിംഗ് ആയിട്ട് വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വല്ലാതെ മോശമാണോ, അതോ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടോ? അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ ചില വാർത്തകൾ ഇസ്രായേൽ ടൈംസിലൊക്കെ വരുന്നുണ്ട്. ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദിൽ IDFലും പലയിടത്തും ഇറാൻ്റെ ചാരന്മാർ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന്. മൊസാദ് ചെയ്യുന്ന വ്യാപകമായി മൊസാദ് ചെയ്തെങ്കിലും ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഇസ്രയേലിൽ വളരെ കാര്യമായ സ്പൈ പ്രവർത്തനങ്ങൾ, ചാരപ്രവർത്തനങ്ങൾ ഇസ്രയേലിൽ നടക്കുന്നത് പലപ്പോഴായി പിടിച്ചിട്ടുണ്ട്. നമ്മുടെ പല സംഭാഷണങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലമായി നിരന്തരം ബെഞ്ചമിൻ നെതന്യാഹുവിന് അസുഖം വരുന്ന അസുഖമൊക്കെ ഹാർട്ട് അറ്റാക്ക് വരുന്നു, കടുത്ത ഫ്ലൂ വരുന്നു, അതിനുശേഷം ഡീഹൈഡ്രേഷൻ ഉണ്ടായി കുഴഞ്ഞു വീഴുന്നു. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ആരോഗ്യത്തിന് എന്താണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് ഒരു ചോദ്യം പതുക്കെ ഉയർന്നു വരുന്നുണ്ട്. എന്തെങ്കിലും ഒരു കുഴപ്പം എവിടെയെങ്കിലും, അത് അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ജീവിതക്രമത്തിൽ കഴിക്കുന്ന മരുന്നുകളിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടോ എന്ന് നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിക്കുന്ന ചില ആളുകളെങ്കിലും ഇപ്പോൾ ഇസ്രായേലിലുണ്ട്. പക്ഷേ സംശയമുണ്ടായി. ഇപ്പോൾ വീണ്ടും പ്രോസ്റ്റേറ്റ് സർജറി അത് വലുതാവുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ കുഴപ്പം കഴിഞ്ഞ 2 വർഷമായി നെതന്യാഹു വല്ലാതെ പല ദിവസങ്ങളിലും ഇങ്ങനെ ദീർഘമായി ആഴ്ചകളെടുത്ത് ചികിത്സയ്ക്ക് പോകേണ്ടി വരുന്നു. അപ്പം എന്തായാലും മെഡിക്കൽ റിപ്പോർട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും പ്രൈം മിനിസ്റ്റർക്കില്ല. അദ്ദേഹത്തിൻ്റെ പേസ് മേക്കർ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെയാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ചില ആശങ്കകൾ, എന്തുകൊണ്ടാണ് കഴിഞ്ഞ 2 വർഷത്തിലേക്ക് നിരന്തരം സർജറികൾ എപ്പോഴും എല്ലാം കീറിമുറിച്ചാണ്. പ്രോസ്റ്റേറ്റിന് മുറിക്കുന്നു, ഹെർണിയയ്ക്ക് മുറിക്കുന്നു, പേസ് മേക്കറിന് വേണ്ടി മുറിക്കുന്നു. ഈ 3 ഓപ്പറേഷനുകൾ ഇപ്പോൾ മൂന്നാമത്തെ നടന്നതേ ഉള്ളൂ, പുലർച്ചെ കഴിഞ്ഞതേ ഉള്ളൂ. ഇത് 2 തവണയും ഇത് ശസ്ത്രക്രിയ വിജയിച്ചതിന് ശേഷം തൊട്ടു പിന്നാലെ ഫ്ലൂ വരുന്നു. ആദ്യത്തെ പ്രാവശ്യം ഹെർണിയയുടെ സർജറി കഴിഞ്ഞ ഉടനെ ഫ്ലൂ വരുന്നു. ഹാർട്ടിൻ്റെ സർജറി കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിന് ഡീഹൈഡ്രേഷൻ വരുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ആശങ്ക, വളരെ സംശയകരമായ ചില ആശങ്കകൾ ഉണ്ടായി വരുന്നുണ്ട്. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനമന്ത്രി, അധികാരത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി അവരുടെ സംവിധാനങ്ങൾ വളരെ കൃത്യമായി ജാഗ്രതയോടെ പരിപാലിക്കുകയൊക്കെ ചെയ്യും. ഏതായാലും ഇങ്ങനെ ചില സംശയങ്ങളുടെ ഒരു സ്പേസ് ഇപ്പോൾ ഉണ്ടായി വന്നിട്ടുണ്ട്. ഏതായാലും നെതന്യാഹുവിനെ അടുത്ത 1.5 മാസത്തോളം നമുക്ക് സജീവമായി കിട്ടില്ല. ഇത് കഴിയുന്നതിന് തൊട്ട് മുമ്പ്, ഈ സർജറിക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഞായറാഴ്ച രാവിലെ തൻ്റെ മന്ത്രിസഭയുടെ ഒരു യോഗം നെതന്യാഹു വിളിച്ചിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, അതുകൊണ്ട് കൂട്ടത്തിൽ പറയണം. വിളിച്ചിട്ട് നിലവിലുള്ള താനിപ്പോൾ എന്തെങ്കിലും 1.5 മാസത്തോളം
സജീവമായി കിട്ടത്തില്ലെന്ന് നെതന്യാഹുവിന് അറിയാം. ജനറൽ അനസ്തേഷ്യ കൊടുത്ത് അതിൻ്റെ ക്ഷീണവും ആഘാതവും പിന്നെ മുറിവ് ഉണങ്ങി വരിക ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഒരു നിലവിലുള്ള സ്ഥിതിയുടെ ഒരു ബ്രീഫിംഗ് നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്രയേ ഉള്ളൂ. ബന്ദികളുടെ മോചനം സംബന്ധിച്ച് സാധ്യതകൾ മങ്ങി വരികയാണ്. ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്. ബന്ദികളുടെ മോചനം സംബന്ധിച്ചുള്ള സാധ്യതകൾ മങ്ങി വരികയാണ് എന്ന് വളരെ ഏറ്റവും ഷോർട്ടായ ഒരു ബ്രീഫിംഗ് നടത്തിയിട്ടാണ് നെതന്യാഹു ആശുപത്രിയിൽ സർജറി ടേബിളിലേക്ക് മാറിയതെന്നുകൂടി പറയുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടത് ജനുവരി 20 ട്രംപ് വരും മുമ്പ് ജോ ബൈഡൻ ഇടപെട്ട് ഇവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വ്യാപകമായി പ്രചരിക്കുന്നത്. ബൈഡൻ അത് ആഗ്രഹമുണ്ട്. പക്ഷേ താൻ സർജറിക്ക് പോകുന്നതിന് മുമ്പ് ആ സത്യം തൻ്റെ മന്ത്രിസഭാ അംഗങ്ങളെ ധരിപ്പിച്ചിട്ട് പോകാം എന്ന് നെതന്യാഹു എന്തുകൊണ്ടാണ് തീരുമാനിച്ചത്? ഇനിയിപ്പം 3 അല്ലെങ്കിൽ 4 ആഴ്ച അദ്ദേഹം വിശ്രമത്തിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ ഒരു മാസത്തോളം ജനുവരി 28 അല്ല 20 ശേഷമേ അദ്ദേഹം വീണ്ടും ലൈവായി വരത്തുള്ളൂ. അപ്പോഴേക്ക് വലിയേട്ടൻ അവിടെ അധികാരത്തിൽ വരും. ട്രംപ് പറഞ്ഞിട്ടുമുണ്ട്, ബന്ദികളെല്ലാം തിരിച്ച് കൊടുത്തില്ല എങ്കിൽ ഈ ബന്ദികളുടെ കഷ്ടപ്പാടുകൾക്ക് ഉത്തരവാദിയായ ആളുകളെ അതികഠിനമായി ശിക്ഷിക്കുമെന്ന് ട്രംപിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റും വന്നിരുന്നു. നമ്മളതും സംസാരിച്ചതാണ്. അപ്പോൾ ജനുവരി 20 മുമ്പ് ഇനി ഒരു നെഗോഷിയേഷന് നയിക്കാനായിട്ട് ആരില്ല? നെതന്യാഹു ഇല്ല. ഒരു വാക്കുണ്ട്. നെതന്യാഹു ഇല്ലെങ്കിൽ ആരാണ് പ്രൈം മിനിസ്റ്ററുടെ ചാർജ് എന്ന് പറഞ്ഞിട്ടില്ല. ചാർജൊന്നും കൈമാറാതെയാണ് പോയത്. അപ്പോൾ ഏതാണ്ട് ചർച്ചകൾ ഏതാണ്ട് വഴിമുട്ടുന്ന ഒരു സ്ഥിതിയുണ്ട്. ഏതായാലും ആശുപത്രി കിടക്കയിലൊക്കെ ആണെങ്കിലും ചർച്ചകളൊക്കെ നടത്തിയിട്ട് ഇസ്രയേൽ കാറ്റ്സിനൊക്കെ വന്ന് പ്രൈം മിനിസ്റ്ററെ ബ്രീഫ് ചെയ്യാം, കാര്യങ്ങളെടുക്കാം, ഒപ്പിടേണ്ട കാര്യങ്ങൾ ഒപ്പിടാം, ഇതിനൊക്കെയുള്ള അവസരങ്ങളുണ്ട്. ഏതായാലും ഇദ്ദേഹം എന്തുകൊണ്ടാണ് സർജറിക്ക് തൊട്ട് മുമ്പ് മന്ത്രിസഭാ അംഗങ്ങളെ വിളിച്ചിട്ട് ലെസ് ചാൻസേ ഉള്ളൂ എന്ന് പറഞ്ഞത്? വളരെ വിദൂരമായ സാധ്യത മാത്രമേ ഉള്ളൂ ബന്ദികളുടെ മോചനത്തുള്ളൂ. ഇപ്പോൾ 100ഓളം ബന്ദികളെ കിട്ടാനുള്ളത്. അതിൽ പലരും ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്നറിയില്ല. അതിനിടയ്ക്ക് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കൊടുക്കാൻ വേണ്ടി ബന്ദികൾ, അവിടെ നിന്ന് രക്ഷപ്പെട്ട ബന്ദികളുടെ പീഡനങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കത് വേറെ ഒരു വീഡിയോ ആയിട്ട് പറയാം. അവരെന്തൊക്കെ ചെയ്തു, ഈ ബന്ദികളെ എത്ര നികൃഷ്ടമായിട്ടാണ് ഈ ഹമാസ് ഭീകരർ ട്രീറ്റ് ചെയ്ത് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ഇപ്പോൾ തയ്യാറാക്കുന്നത് ഐക്യരാഷ്ട്രസഭയ്ക്ക് കൊടുക്കാൻ. കാരണം നെതന്യാഹുവിൻ്റെ ഇസ്രയേൽ ഹമാസ് ഭീകരരെ വല്ലാതെ പീഡിപ്പിക്കുന്നു എന്നാണല്ലോ കഥ. അവിടുന്ന് രക്ഷപ്പെട്ട ആളുകൾ പറഞ്ഞത് എന്താണെന്ന് ഉള്ള റിപ്പോർട്ടുണ്ട്. അത് നമ്മളതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഏതായാലും നെതന്യാഹു, നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ജനുവരി 20 മുമ്പ് ബന്ദികളെല്ലാം പുറത്തോട്ട് വരും. ഒരുപക്ഷെ ബൈഡൻ ആ പേരും പറഞ്ഞ് ഒരു ലോക സമാധാന നൊബേൽ സമ്മാനത്തിൻ്റെ ഒക്കെ വക്കോളം വരെ എത്തും എന്നൊക്കെ ബൈഡൻ പ്രതീക്ഷിച്ചത്. അതും തെറ്റിപ്പോയിരിക്കുന്നു. നെതന്യാഹു ഇപ്പോൾ ആശുപത്രിയിൽ ആണ്. അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് സുഖം പ്രാപിച്ച് തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇസ്രായേലിലെ ജനങ്ങൾക്കൊപ്പം നമുക്കും ആശിക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് നെതന്യാഹുവിന് നിരന്തരം ഇങ്ങനെ വരുന്നത്? അദ്ദേഹത്തിൻ്റെ ആരോഗ്യം. പക്ഷെ നമുക്ക് ഇത്ര സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ സേനകളും ഒക്കെ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഭാഗം നമ്മൾ പറഞ്ഞു വെച്ചത്. സംതിങ് റോങ് എന്ന് നമുക്ക് തോന്നാം. കാരണം ഒരു പേസ് മേക്കർ വെച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ വരുന്നു, ജലാംശം കുറയുന്നു. അതെങ്ങനെയാണ്? ശരീരത്തിൽ ജലാംശം കുറഞ്ഞ് വീണ്ടും ആശുപത്രിയിലേക്ക് പോകുന്നു. ഒരു സർജറി കഴിയുമ്പോൾ ഉടനെ ഫ്ലൂ വരുന്നു. ഇതൊക്കെ വല്ലാത്ത സംശയങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ സ്വാഭാവികമായിരിക്കാം. ഏതായാലും നെതന്യാഹു ലോകത്തിന് ആവശ്യമുള്ളൊരു നേതാവാണ്. ഇസ്രായേലിനെ നയിക്കേണ്ട ആളാണ്. അദ്ദേഹം വളരെ പെട്ടെന്ന് സുഖം പ്രാപിച്ച് തിരിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ മിന്നൽ പിണർ പോലെയുള്ള ഇടിവെട്ടുന്നത് പോലെയുള്ള പ്രഖ്യാപനവും ശബ്ദവും ലോകം വീണ്ടും കേൾക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.